നിങ്ങൾ ദൈവത്തിൻ്റെ അരികിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇതുപോലെയാവും. ഇതുപോലെ പറഞ്ഞാൽ അങ്ങനെ പകുതി നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ പോണത്. നിങ്ങളുടെ മനസ്സ് അവിടെ കൊടുക്കണം. ദൈവത്തിൻ്റെ അടുത്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കാൻ കഴിയുള്ളൂ. ഇതുപോലെ സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ നിങ്ങൾ വണ്ടി റോഡിൽ നിന്ന് ഇടത്തേക്കോ വലത്തോട്ടോ പോകുമ്പോൾ നിർബന്ധമായിട്ടും വണ്ടി വരുന്നുണ്ടോ നോക്കി ഇൻഡിക്കേറ്റർ ഇട്ട് പോവുക. ഇൻഡിക്കേറ്റർ ഇടാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വണ്ടിയാണെങ്കിൽ നിങ്ങൾ കൈ പുറത്തേക്ക് ഇടുക. അത് കാറായാലും ബൈക്കായാലും ലോറി ആയാലും എന്തായാലും. കാരണം വരുന്ന വണ്ടിക്കാർക്ക് നിങ്ങൾ എങ്ങനെ പോകണമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ട്രാഫിക് റൂൾസ് നിർബന്ധമായിട്ടും അനുസരിച്ച് പോവുക. പിന്നെ ഇതാണ് ഇന്നത്തെ കാര്യം. നിങ്ങൾ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കും ഒരു മരണമുണ്ട് ഒരു ദിവസം, അല്ലെങ്കിൽ ഞാൻ എന്നും പോകേണ്ട ഒരാളാണ്. അപ്പം നിങ്ങളെ മനസ്സ് ഒന്നും കൂടി കരുണയുള്ള ഒരു ഹൃദയത്തിലേക്ക് വരും. അപ്പം ഞാനിന്ന് പറയാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ആയാലും മരിക്കേണ്ട ഒരാളാണ്. ഞാനായാലും നിങ്ങളായാലും എന്നെ കാണുന്നവരായാലും നിങ്ങളൊരു ദിവസം മരിക്കും. അപ്പോൾ നിങ്ങൾ റോഡിൽ ചെയ്യേണ്ട കുറേ മാനേഴ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരിക്കില്ല എന്നല്ല പറഞ്ഞത്, നമുക്ക് കൂടുതൽ ബഹുമാനവും സത്യവും സ്നേഹവും സമാധാനവും കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു പേടിയും പേടിക്കണ്ട എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമ്മളെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല. അതേപോലെ നമുക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടും. ഈ റോഡിൽ പോകുമ്പോൾ നമുക്ക് കൂടുതൽ ദീർഘവീക്ഷണമായിരിക്കും നമുക്ക് റോഡിൻ്റെ മാനേഴ്സ് കീപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അവിടെ സ്നേഹം പ്രതീക്ഷിക്കരുത്, കരുണ പ്രതീക്ഷിക്കരുത്, ബഹുമാനം പ്രതീക്ഷിക്കരുത്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ തന്നെ വേണം. എല്ലാതും നിങ്ങളിലാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഡ്രൈവ് സേഫ്റ്റി ആയിട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത്. അത് എപ്പോൾ വരും, എങ്ങനെ വരുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം. നിങ്ങൾ എത്ര വലിയ ബിസിനസ്സുകാരനാവാം, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും ഇപ്പോൾ ഒരാൾക്കും സമയമില്ലാത്തൊരു ടൈമാണ്. അപ്പോൾ നിങ്ങളെ സമയത്തെ നിങ്ങൾ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വാഹനം ഓടിക്കാൻ. ഈ ഒരാൾ എപ്പോൾ തിരിയും, എപ്പോൾ സൈഡിലേക്ക് പോവും ഒന്നും പറയാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ നിങ്ങൾ കെയർ ചെയ്ത് നിങ്ങളുടേതായ ഒരു സ്പീഡ് ലിമിറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോബ്ലംസും ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെ. ഇനി അങ്ങനെ പ്രോബ്ലംസ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്കായിട്ടൊരു ടൂൾസ് നമുക്ക് ദൈവം കൊണ്ട് തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഒരിക്കലും പോകരുത്. പ്രത്യേകിച്ച് പഴയകാലത്തെ ഓർമ്മകളും പഴയകാലത്തെ വൈരാഗ്യങ്ങളും പഴയകാലത്തെ പകയും ഒന്നും വെച്ച് നമ്മൾ റോഡിൽ പോകരുത്. പിന്നെ പ്രത്യേകിച്ച് വാശി കൊണ്ട് നമ്മൾ ഒരിക്കലും റോഡിൽ നമ്മൾ ഇറങ്ങുകയേ ചെയ്യരുത് വാഹനം കൊണ്ട്. അത് നമുക്ക് തന്നെ നാശമാണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തിരിയുമ്പോഴും ഇടതോ വലതോ തിരിയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റർ നിർബന്ധമായിട്ടും കത്തിക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നവും വരില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കപ്പെടുന്നൊരു കാര്യം.